അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ പ്രേക്ഷകർക്കും ഇസ്ലാമിക് സ്പീച്ച് ടിവിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം വിശുദ്ധ ഇസ്ലാമിൻ്റെ ആരോഗ്യ സങ്കല്പങ്ങളിൽ തുടർന്നു വരുന്ന ഭാഗങ്ങളാണ്. ആ കൂട്ടത്തിൽ സാമൂഹിക ആരോഗ്യം കൂടി നിലനിർത്താൻ പറ്റുന്ന ഒരു ശാരീരിക പ്രത്യേകതയായി നാം ജീവിതത്തിൽ പകർത്തേണ്ട ഒന്നാണ് മിസ്വാക്ക് ചെയ്യൽ അഥവാ പല്ല് തേക്കൽ. മിസ്വാക്ക് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഹബീബ് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കണ്ടോ? എൻ്റെ ഉമ്മത്തിന് ഭാരമാകുമെന്ന് ഭയന്നില്ലായിരുന്നുവെങ്കിൽ 5 വഖത്ത് നിസ്കാരത്തിന് മുൻപും മിസ്വാക്ക് ചെയ്യൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. 5 വഖത്തിന് മുൻപ് മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാക്കുമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നിടത്ത് നിർബന്ധ തുല്യമായ സുന്നത്താണ് മിസ്വാക്ക് ചെയ്യൽ എന്ന് ആ ആശയങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മിസ്വാക്കോട് കൂടിയിട്ട് വുളു എടുത്തിട്ടുള്ള നിസ്കാരം മിസ്വാക്ക് ചെയ്യാതെയുള്ള നിസ്കാരത്തേക്കാൾ 70ഓളം ഇരട്ടി കൂടുതൽ പുണ്യമുള്ളതാണെന്ന് ഫത്ഹുൽ മുഈൻ പഠിപ്പിക്കുമ്പോൾ ആഖിറത്തിലേക്കുള്ള ബിസിനസ്സായി നാം ഇതിനെ കാണണം. ഒരാൾ മിസ്വാക്കോട് കൂടിയിട്ട് വുളു ചെയ്തിട്ട് നിസ്കരിച്ചു, മറ്റൊരാൾ മിസ്വാക്ക് ചെയ്യാതെ നിസ്കരിച്ചു. മിസ്വാക്കോട് കൂടിയിട്ട് നിസ്കരിച്ചവന് അല്ലാതെ നിസ്കരിച്ചവനേക്കാൾ 70 ഇരട്ടിയാണ് പ്രതിഫലം കൂടുതൽ ആഖിറത്തിൽ കിട്ടുക. അപ്പോൾ ഒരു ദിവസത്തെ 5 വഖത്ത് നിർബന്ധ നിസ്കാരങ്ങളിൽ ഇതുപോലെ മിസ്വാക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തൊരാളേക്കാൾ എത്രയോ ഇരട്ടി കൂലി ആഖിറത്തിലേക്ക് കിട്ടി. നാം പഠിച്ചു വലിയ പാരത്രിക നേട്ടമാണ് ഏതൊരു ഇസ്ലാമിക കർമാനുഷ്ഠാനത്തിൻ്റെയും പിന്നിലുള്ളത്, ഒരു സംശയവുമില്ല. ഈ വലിയ പാരത്രിക നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തുന്ന ഇസ്ലാമിക കർമാനുഷ്ഠാനങ്ങൾ പരിശോധിച്ചാൽ അതിനൊക്കെ ഭൗതികമായ നേട്ടം കൂടി ഉണ്ടെന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ മിസ്വാക്ക് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഭൗതിക നേട്ടമുണ്ട്? ഒന്ന്, സാമൂഹികമായി നമുക്ക് ആ വ്യക്തിത്വം സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. രണ്ടാമതായി നമുക്ക് കാണാൻ പറ്റും, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഡോക്ടർ റിച്ചാർഡ് ക്രൗട്ട് വെസ്റ്റ് വെർജീനിയ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഡോക്ടർ റിച്ചാർഡ് ക്രൗട്ട് അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ വളരെ സുന്ദരമായി തെളിയിക്കുന്നു, ബ്രഷിംഗ് ആൻഡ് ഫ്ലോസിംഗ് പ്രിസർവ് മെമ്മറി. ഒരു മനുഷ്യന്റെ ഓർമ്മശക്തി നിലനിർത്താൻ ഏറ്റവും നല്ല ഒരു മാർഗമായിക്കൊണ്ട് ഡോക്ടർ റിച്ചാർഡ് ക്രൗട്ട് പഠിപ്പിക്കുന്നു. അത് ബ്രഷ് ചെയ്യലാണ്, ഫ്ലോസിംഗ് ആണ്, ബ്രഷിംഗ് ആണ്. മിസ്വാക്ക് ചെയ്യുന്ന ആൾക്ക്, പല്ല് തേക്കുന്ന ആൾക്ക്, കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ രീതിയിൽ വായ വൃത്തിയാക്കി വെക്കുന്ന ആളുകൾക്ക് 270ഓളം ആളുകളിൽ നടത്തിയ പഠനത്തിൽ അദ്ദേഹം തെളിയിച്ചു അവർക്ക് ഓർമ്മശക്തിയുടെ നിലവാരം കൂടുതലാണ്. 70ഓളം വയസ്സിന് മുകളിലേക്കുള്ള ആളുകളിൽ പ്രത്യേക പഠനം നടത്തി മിസ്വാക്ക് ചെയ്യുന്നവർക്ക്, ബ്രഷ് ചെയ്യുന്നവർക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഹൃദയാഘാതവും പക്ഷാഘാതവും വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പല്ല് തേക്കുന്നത് കൊണ്ട് ആഖിറത്തിലേക്ക് എത്രയോ ഇരട്ടി കൂലി. അതോടൊപ്പം ദുനിയാവിലോ ജീവൻ തന്നെ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പെട്ടെന്നൊരു മനുഷ്യനുണ്ടാവാതെ രക്ഷപ്പെടാനും സാധിക്കുന്നു. അതോടൊപ്പം അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമായി നിലനിർത്തേണ്ടതാണെന്ന് നാം തിരിച്ചറിയേണ്ട ഓർമ്മശക്തി, മരണത്തോടടുക്കുന്ന സമയത്തും കലിമത്ത് ഷഹാദ ഉച്ചരിക്കാൻ പറ്റണമെങ്കിൽ ഓർമ്മ വേണമല്ലോ. ഈ ഓർമ്മ നിലനിർത്താൻ വേണ്ടി പല്ല് തേക്കുന്നത് കൊണ്ട്, മിസ്വാക്ക് ചെയ്യുന്നത് കൊണ്ട് സാധിക്കുന്നു എന്ന തത്വവും നാം തിരിച്ചറിഞ്ഞാൽ ഈ പറയപ്പെട്ട ഇസ്ലാമിക കർമാനുഷ്ഠാനങ്ങളിൽ സുന്നത്തും ഫർളുമായ നിർബന്ധവും ഐച്ഛികവുമായ വിഷയങ്ങളിൽ നിർബന്ധ തുല്യമായ ഐച്ഛിക വിഷയങ്ങളായി ഉൾപ്പെടുത്തിക്കൊണ്ട് മിസ്വാക്ക് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം നാം തിരിച്ചറിഞ്ഞാൽ അത് ജീവിതത്തിൽ പകർത്തുവാൻ നാം തയ്യാറാവണം. അതുകൊണ്ട് വലിയ കൂലി നമുക്ക് ആഖിറത്തിലേക്ക് കിട്ടും. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂടുതൽ വിശദാംശങ്ങളുമായി, കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ സ്റ്റേ ട്യൂൺ with us and watch Islamic Speech TV.